ഏയ് അതല്ലാരും പിന്നെ ഇതൊരു നിത്യ സംഭവമാ. ഏയ് അതൊന്നും പറഞ്ഞ ഇന്നൊന്നും തീരില്ല ആശാനെ. ഓക്കെ, ഹാവ് എ നൈസ് വീക്കെൻഡ്. ഓക്കെ, സീ യു, ബൈ. എടി ഗായത്രിക്ക് റസിക്ക് എത്ര മാർക്ക് കിട്ടിയേ? നീ കണ്ടില്ലേ? ഇല്ല മമ്മ, ഞാൻ നോക്കിയില്ല. നോക്കണ്ടേടി, നീ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇങ്ങനെ തലയും കുമ്പിട്ട് ഇരുന്നാ മതി. ഇതുപോലത്തെ ഒരു സാധനം. എങ്ങോട്ടാ? കളിക്കാൻ. ഓ പിന്നെ അതിന് മാത്രം ഒരു കുറുമ്പ് വരുത്തണ്ട. കിട്ടിയ മാർക്ക് കണ്ടാ മതി. മര്യാദക്ക് അവിടെ നിന്ന് പഠിച്ചോ. നീ എന്റെ സ്വഭാവം മാറ്റണ്ട. മക്കളെ അവിടെ ഇന്ന് കളിക്കാൻ വരുന്നില്ല, പഠിക്കാനുണ്ട് കുറെ. ഹായ്. ആ മോനെ, അമ്മ ഇവിടെ കളിക്കാൻ വന്നില്ലേ? എന്തു പറ്റി? വലിയ ഗൗരവത്തിലാണല്ലോ. ആ മക്കളെ വാ, ചോക്ലേറ്റ് ഇതാ, വാ 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 വാ. നിങ്ങൾക്ക് ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഞാൻ കുളിക്കട്ടെ. മോളെ നീ വേഗം റെഡിയാകും, നമുക്ക് ഒരിടം വരെ പോവാലോ. റെഡിയാ മോളെ? കുട്ടികളൊന്ന് ശ്രദ്ധിച്ചേ, ഞങ്ങൾ ഇറങ്ങുവാ. ആ നിങ്ങളിങ്ങനെ നടന്നാ മതി. നീ എന്താ ഇന്ന് കളിക്കാൻ പോയില്ലേ? ഇല്ല, മമ്മ വിട്ടില്ല. വാ, എനിക്ക് എന്താ ഇഷ്ടമുള്ളത് നോക്കിയെടുത്തു. ഇത് മതിയോ? അയ്യേ, ഇത് വേണ്ട അപ്പൊ അത്. അപ്പൊ ഇത് മതി. ഇതൊന്ന് പാക്ക് ചെയ്തേ. ഇനി അനിയത്തിമാർക്ക് എന്താ വേണ്ടേ? ഇത് ഞാൻ എടുത്തു തരാം. ഇത് മതിയോ? ഹായ്. എന്താ മോളെ, എന്തു പറ്റിയ നിനക്ക്? വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, നീ വല്ലാതെ മൂടിയാണല്ലോ. മമ്മ വഴക്ക് പറഞ്ഞു നിന്നെ. വാ, ഇവിടെ ഇരിക്കും. പപ്പ, എന്റെ പരീക്ഷാ പേപ്പർ കിട്ടി. അത് ഞാൻ അറിഞ്ഞു. മാത്സിനും ഇംഗ്ലീഷിനും മാർക്ക് വളരെ കുറവാ. അതും അറിഞ്ഞു. എന്നിട്ട് എന്താ എന്നെ വഴക്ക് പറയാഞ്ഞത്? എന്തിനാ വഴക്ക് പറയുന്നത്? ഞാൻ കരുതി പുറത്തു പോകാന്ന് പറഞ്ഞത്
വഴക്ക് പറയാനോ ഉപദേശിക്കാനോ ആയിരിക്കുമെന്നാ. നീ പരമാവധി ശ്രമിച്ചല്ലേ, പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല, ഞാൻ പരമാവധി ശ്രമിച്ചില്ല. ഞാൻ കുറച്ച് ഉഴപ്പി. ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ തുടങ്ങിയ ടെൻഷനാ. മമ്മ കുറേ വഴക്ക് പറഞ്ഞു. തെറ്റ് എൻ്റേതായതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. കുറച്ച് സമാധാനം കിട്ടുകയും ചെയ്തു. പപ്പ കൂടി എന്നെ വഴക്ക് പറഞ്ഞിരുന്നേൽ ഞാൻ ഓക്കെ ആയേനെ. നോക്കു മോളെ, നിനക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കലാണ് ഞങ്ങളുടെ കടമ. ഞങ്ങളത് ഭംഗിയായി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ കാര്യത്തിൽ നീ ഒരിക്കലും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ പഠിക്കുക നിന്റെ കടമ നീയും ഭംഗിയായി ചെയ്യുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ നിന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഇതെന്തിനാ? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനാ? ഒരിക്കലുമല്ല. ഇത് നീ എനിക്ക് തന്നൊരു അവസരം. നീ വലിയ മാർക്കൊക്കെ വാങ്ങിയാൽ ഇതുപോലുള്ള സമ്മാനം തന്നാൽ പോരല്ലോ. അപ്പൊ ചെറിയ സമ്മാനം വാങ്ങി തരാൻ നീ തന്ന അവസരമല്ലേ ഇത്? ഓഹോ, എങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ പപ്പയെ ശരിയാക്കി തരുന്നുണ്ട്. ചേച്ചി എന്തൊക്കെയാ കൊണ്ടുവന്നേ നോക്കിയേ. കിച്ചൺ സെറ്റ്, പിയാനോ, എന്തൊക്കെയാ. വാ നമുക്കിതൊക്കെ തുറന്നു നോക്കാം. എന്ത് പറ്റി ഇത്രമാത്രം സന്തോഷിക്കാൻ? പോകുമ്പോൾ കണ്ട പെണ്ണേ അല്ലല്ലോ. പറയാം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ ഇവിടെ ലോകമൊന്നും കീഴ്മേൽ മറിയില്ലെന്ന ബോധം ആദ്യം വേണ്ടത് രക്ഷിതാക്കൾക്കാണ്. കുഞ്ഞു മനസ്സിനെ വൈകൃതമാക്കുന്ന രീതിയിൽ സംസാരിച്ചും പ്രവർത്തിച്ചും അത് താങ്ങാനാവാതെ പല അത്യാഹിതങ്ങളും ചെയ്യുന്ന കുട്ടികളുടെ വാർത്ത ദിനം തോറും വായിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ മക്കൾക്ക് ബാധിക്കില്ലെന്ന ചിന്തയാണ് നമുക്കേവർക്കും. ഒരു നാൾ നമ്മളും അത്തരം സാഹചര്യങ്ങൾ നേരിടുമ്പോൾ മാത്രമേ ഇതിനൊക്കെ അറുതി വരികയുള്ളൂ.